അപ്പു റെഡിയായില്ലേ നീ? ദാ നിന്റെ ബുള്ളറ്റിന്റെ കീ. നീ വണ്ടി ഓടിക്കാൻ ഓക്കെ ആണല്ലോ അല്ലേ? അതോ ഞാൻ ടാക്സി അറേഞ്ച് ചെയ്യണോ? വേണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല. വാ. എങ്ങോട്ടാ രണ്ടുപേരും കൂടി? ഞങ്ങൾക്കൊന്ന് പുറത്തു പോണം. പറ്റില്ല, ഇവിടുന്ന് ആരും എങ്ങോട്ടും പോകുന്നില്ല. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞതൊന്നും വി പിക്ക് മനസ്സിലായില്ലേ? ഞാൻ കരുതിയത് അതെല്ലാം മനസ്സിലാക്കിയിട്ടാ വി പി മിണ്ടാതിരിക്കുന്നതെന്ന്. പറഞ്ഞതെല്ലാം കേട്ടു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതിനർത്ഥം ഞാനെല്ലാം സമ്മതിച്ചു എന്നല്ല. രണ്ടുപേർക്കും പുറത്തു പോവാം, ഞാൻ സമ്മതിക്കുകയും ചെയ്യാം. പക്ഷേ എൻ്റെ ഒരു ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം കിട്ടണം. ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. എൻ്റെ ചോദ്യം സിമ്പിളാണ് എന്ന് വെച്ച് ഉത്തരം അതുപോലെ ആയിക്കൊള്ളുന്നില്ല. രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഗീതയ്ക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. ബട്ട് ഇറ്റ് ഷുഡ് ബി ക്രിസ്റ്റൽ ക്ലിയർ. പറയുന്ന മറുപടിയിൽ ഉറച്ചു നിൽക്കാൻ പറ്റണം തനിക്ക്. ഇതെന്താ വി പി, ക്ലാസ് റൂമോ അതോ ടി വിയിലെ റിയാലിറ്റി ഷോയോ? ശരി, വി പിയുടെ ചോദ്യോത്തര പരിപാടി നടക്കട്ടെ. ശരി ഉത്തരം പറഞ്ഞാൽ കിട്ടാൻ പോകുന്ന സമ്മാനം എന്താന്ന് കൂടെ അറിഞ്ഞാൽ കൊള്ളാം. സ്വാതന്ത്ര്യം, ആബ്സല്യൂട്ട് ഫ്രീഡം. അതല്ലേ കുറച്ചു മുമ്പ് തനിക്ക് വേണമെന്ന് താൻ ക്ലെയിം ചെയ്തത്? എന്താ, സമ്മാനം പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ഇനി എനിക്ക് എന്റെ ചോദ്യത്തിലേക്ക് കിടക്കാലോ അല്ലേ? വി പിക്ക് ഇപ്പൊ എന്താ അറിയേണ്ടത്? ഗീത ഇപ്പൊ പുറത്തു പോകാൻ ഉദ്ദേശിക്കുന്നത് തന്റെ മോളോടൊപ്പോ അതോ മോനോടൊപ്പോ? ഏയ് കം ഓൺ ഗീത, ആൻസർ മൈ ക്വസ്റ്റ്യൻ. മോളോടൊപ്പമാണെന്ന് പറഞ്ഞ ഓഫ് കോഴ്സ് തനിക്കിപ്പോ ഉറപ്പായും ആ മോളെയും കൂട്ടി പുറത്തു പോവാം. കാരണം ആ ഉത്തരത്തിൽ ഞാൻ കൺവിൻസ്ഡ് ആണ്. വിജയ് പണിക്കർക്കും ഗീതാലക്ഷ്മിക്കും ഉണ്ടായ കുഞ്ഞ് പെണ്ണാണെന്ന് റെക്കോർഡിക്കലി തെളിവുണ്ട് എൻ്റെ പക്കൽ. പക്ഷെ അങ്ങനെ ഉറപ്പിച്ചു പറഞ്ഞാൽ പിന്നെ അങ്ങനെ തന്നെ ഈ വീട്ടിലും സൊസൈറ്റിയിലും ജീവിക്കണം. ജീവിക്കാൻ തയ്യാറാവണം നിന്റെ മോള്. അതല്ല രണ്ടാമത്തെ ഓപ്ഷനാണ് താൻ തിരഞ്ഞെടുക്കുന്നെങ്കിൽ ദാ ഈ ഡോറും പുറത്തെ ഗേറ്റും ഇങ്ങനെ അടഞ്ഞു തന്നെ കിടക്കും. മനസ്സിലായോ? ഇനി പറ, ഞാൻ ചോദിച്ചതിന് വ്യക്തമായൊരു ഉത്തരം പറ. ആരോടൊപ്പമാ താൻ പുറത്തു പോകുന്നത്? ഒന്ന് മതിയാക വി പി, നിങ്ങൾക്ക് എങ്ങനെ ഇത്ര ക്രൂരനാവാൻ കഴിയുന്നു? അതേടോ, ഞാൻ ക്രൂരൻ തന്നെയാ. എന്നെങ്ങനെ ആക്കി തീർത്തത് ദാ ഈ നിൽക്കുന്ന ജന്മം തന്നെയാ. താൻ പ്രസവിച്ച തന്റെ സന്തതി 21 വയസ്സുവരെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കി വളർത്തിയില്ലേ? പക്ഷെ എന്ത് പ്രയോജനം ഗീത? ഉണ്ടായത് ആണാണോ അതോ പെണ്ണാണോ എന്ന് ജനിപ്പിച്ച അച്ഛനമ്മയ്ക്ക് പോലും ഉറപ്പിച്ച് പറയാൻ കഴിയാത്ത ഒരു പാഴ് ജന്മം. എന്തിനാ ഗീത നമുക്ക് ഇങ്ങനെയൊരു വി പി, മതിയാക്ക്. ഇനി ഒരു അക്ഷരം ഇതേപ്പറ്റി വി പിയുടെ നാവിൽ നിന്ന് വരരുത്. ഇത്
ഇതാദ്യമായിട്ടല്ല വി പി എന്നോട് ഇങ്ങനെ പറയുന്നത്. ഒരിക്കൽ ഞാൻ ക്ഷമിച്ചത് നിങ്ങളുടെ വേദനയും വിഷമവും മനസ്സിലായത് കൊണ്ടാ. പക്ഷെ അത് ശീലമാക്കണ്ട. ഞാൻ പ്രസവിച്ച കുട്ടിയായത്. അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും എനിക്കൊരുപോലെയാ. ഞാൻ സഹിച്ചു. താൻ സഹിച്ചോ? പക്ഷെ എനിക്ക് പറ്റില്ല. നാട്ടുകാരുടെയും എൻ്റെ പരിചയക്കാരുടെയും മുമ്പിൽ എനിക്ക് ഈ സന്താനത്തിന്റെ പേരിൽ നാണം കെട്ട് ജീവിക്കാൻ പറ്റില്ല. എനിക്ക് എൻ്റെതായ നിലയും വിലയുണ്ട്. സമൂഹത്തിൽ മാന്യമായ സ്ഥാനമുണ്ട്. എന്നെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന അധ്യാപകരും വിദ്യാർത്ഥികളുണ്ട്. അവരുടെയൊക്കെ മുന്നിൽ എനിക്ക് എൻ്റെ അന്തസ്സിനൊത്ത് ജീവിച്ചേ പറ്റൂ. വി പി, ഇതാ നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. നിങ്ങളുടെ അന്തസ്സ്, നിങ്ങളുടെ സ്ഥാനം, നിങ്ങളുടെ മാന്യത, നിങ്ങളുടെ ജീവിതം, ഞാൻ എൻ്റെ. ഇതല്ലാതെ മറ്റുള്ളവരെ കുറിച്ച് എന്താ ചിന്തിക്കാത്തത്? പുരാണത്തിൽ ഒരു ദേവന്റെ കഥ പണ്ട് ഞാൻ വായിച്ചത് ഓർമ്മയുണ്ട്. താൻ ഭയങ്കര സുന്ദരനാണെന്നും അതുകൊണ്ട് അപ്സരസുകൾ എല്ലായ്പ്പോഴും തന്നെ മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ എന്നും വിചാരിച്ച് ഉറക്കത്തിൽ പോലും അണിഞ്ഞൊരുങ്ങി കിടക്കുന്ന ഒരു പാവം. അതുപോലൊരു സ്വപ്നലോകത്താ ഇപ്പോൾ വി പിയും. ലോകം മുഴുവനും തന്നെ മാത്രമേ ശ്രദ്ധിക്കുള്ളൂ എന്നാ വി പിയുടെ വിചാരം. അതൊരു മണ്ടൻ തോന്നലാ വി പി. മതി മതി, മനസ്സിലാവുന്നുണ്ടല്ലോ. ഇല്ല, വി പി ഒന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാ എന്റെ സങ്കടം. നോക്ക്, അപ്പൂല് വി പിക്കുള്ള അവകാശവും അധികാരവും അമ്മയെന്നുള്ള നിലയിൽ എനിക്കും ഉണ്ട്. ഇനി മുതൽ അവളുടെ കാര്യങ്ങൾ എങ്ങനെ വേണമെന്ന് ഞാനും കൂടിയാ തീരുമാനിക്കുന്നേ. അപ്പൂനെയും കൂട്ടി പുറത്തു പോകേണ്ട ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാ പോകുന്നത്. ദയവ് ചെയ്ത് വി പി തടസ്സം പറയാനോ തർക്കിക്കാനോ നിൽക്കരുത്, പ്ലീസ്. അപ്പോ നീ വാ. ഞാൻ ധിക്കാരം കാണിച്ചു എന്ന് വി പിക്ക് തോന്നണ്ട. പോകുന്നത് നമ്മുടെ ജീവിതത്തിന്റെ നല്ലതിന് വേണ്ടിയാ. അത്രയെങ്കിലും മനസ്സിലാക്കിയാ നല്ലത്.